ഇത് സിനോബി മാത്യുവും ഭർത്താവ് കൊച്ചുമോനും. റാഹേൽ മാത്യുവിൻ്റെ മകളും മരുമകനുമാണിവർ. ഇരുവർക്കും സംസാരശേഷിയില്ല. സ്കൂൾ വിദ്യാർത്ഥികളായ 3 മക്കളുണ്ട് ഇവർക്ക്. തോട്ടത്തിലെ കൂലിപ്പണിയെടുക്കുന്ന കൊച്ചുമോൻ്റെ ചെറിയ വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. സിനോബി +2 വരെ പഠിച്ചു. എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെയും ഒരു ജോലിയും ലഭിച്ചില്ല. കുടുംബത്തിൻ്റെ അതിജീവനം തന്നെ പ്രതിസന്ധിയിലായതോടെയാണ് റാഹേൽ മാത്യു മകൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. ഇപ്പോൾ അവസാനം ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയ്ക്കാണ് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് LDF സർക്കാർ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ ചെയ്യുന്നത്. ആ മൊത്തം അപേക്ഷ അവിടെ സ്വീകരിച്ചതായിട്ട് ഒരു മെസ്സേജ് മാത്രം ഫോണിൽ വന്നു, അല്ലാതെ മറ്റൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോ ദിവസം പിള്ളേർ അമ്മയ്ക്ക് ജോലി കിട്ടുമോ അപ്പയ്ക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് പറഞ്ഞ് കരയുമ്പോൾ ഞങ്ങളാകെ മറുപടി പറയാനില്ലാത്ത അവസ്ഥയായി. ഒത്തിരി കഷ്ടപ്പെട്ട് മോളെ +2 വരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരാളായതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സീനിയോറിറ്റി ലിസ്റ്റ് മറികടന്ന് സിനോബിക്ക് പിന്നിലുള്ളവർക്ക് വരെ ജോലി ലഭിച്ചതായി റാഹേൽ മാത്യു പറയുന്നു. മാസങ്ങളോളം വില്ലേജ് ഓഫീസിൽ താൽക്കാലികമായി സിനോബിയെ കൊണ്ട് ജോലി ചെയ്യിച്ചെങ്കിലും 1 രൂപ പോലും ശമ്പളം നൽകിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തന്നെ എല്ലാ മാസവും നല്ലൊരു തുക വേണം. നവകേരള സദസ്സായിരുന്നു ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ. അവിടെ സമർപ്പിച്ച അപേക്ഷ ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ ഏതോ ഫയലിൽ ഉറങ്ങുന്നു. സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.